അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ ചരക്ക് കപ്പൽ മുങ്ങിയെന്ന വാർത്ത പുറത്തു വന്നതോടെ കേരളത്തിലെ തീരപ്രദേശങ്ങൾ വലിയ ഭീഷണി നേരിടുകയാണ്. കൊച്ചി തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് MSC 3 എൽസ 3 ഫീൽഡർ ചരക്ക് കപ്പൽ മുങ്ങിയത്. കടലിൽ വീണ കണ്ടെയ്നറുകളിൽ നിന്ന് മറൈൻ ഗ്യാസ് ഓയിൽ, അതായത് MGO, വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിൽ എന്നിവ ചോർന്നതായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നലെ 8 കണ്ടെയ്നറും ഇന്ന് കപ്പൽ മുങ്ങിയതോടെ കൂടുതൽ കണ്ടെയ്നറുകളും കടലിൽ പതിച്ചിട്ടുണ്ട്. കൊച്ചി തീരത്ത് നിന്നും 70 കിലോമീറ്റർ അകലമാണ് അപകടം നടന്ന സ്ഥാനവുമായി ഉള്ളത്. രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നർ നിലവിൽ എറണാകുളം, ആലപ്പുഴ, തൃശൂർ തീരത്തേക്ക് ഒഴുകിയെത്താൻ സാധ്യതയുണ്ട്. ഇന്നലെ കടലിൽ പതിച്ച കണ്ടെയ്നർ ഇന്ന് ഉച്ചയോടെ തീരത്തടുത്തേക്കുമെന്ന റിപ്പോർട്ടുമുണ്ട്. അധികൃതർ നിയന്ത്രണങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിനായി നാവികസേനയും തീരരക്ഷാസേനയും നിരീക്ഷണം ശക്തമാക്കി. ഡൊണിയർ വിമാനം വഴി ഒഴുകുന്നതും കണ്ടെത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. കടലിന്റെ ഒഴുക്കും പ്രക്ഷുബ്ധാവസ്ഥയും ഒരു പ്രധാന ഘടകമാണ്. പ്രധാനമായും എറണാകുളം, ആലപ്പുഴയും ആവും കണ്ടെയ്നർ അടിയാൻ സാധ്യത കൂടുതൽ. ഇന്ധനം കടലിൽ കലരുന്നതും കണ്ടെയ്നർ തുറന്നാലും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വലുതാണ്. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ സർക്കാർ നിർണായക യോഗം നടത്തുകയാണ്. കേരള തീരത്ത് എവിടെ സംശയകരമായ വസ്തുക്കൾ കണ്ടാലും തുടരുതെന്നും പോലീസിലോ 112 എന്ന നമ്പറിലോ വിളിച്ച് വിവരം അറിയിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കപ്പലിന്റെ സ്ഥിതി നിരീക്ഷിക്കാൻ ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ, സെക്കൻഡ് എഞ്ചിനീയർ ഉൾപ്പെടെ 3 പേരെ കപ്പലിൽ നിലനിർത്തിയിരുന്നു. അവരെയും രക്ഷപ്പെടുത്തിയ ശേഷമാണ് കപ്പൽ മുങ്ങിയത്. കപ്പലിൽ ഉണ്ടായിരുന്ന 24 ജീവനക്കാരും സുരക്ഷിതരാണ്. ഇവരിൽ 21 പേരെയാണ് ഇന്നലെ രാത്രി നാവികസേന കപ്പലിലേക്ക് മാറ്റിയിരുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ നാവികസേനയുടെ 1 കപ്പലും കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകളും പ്രദേശത്തുണ്ടായിരുന്നു. നാവികസേനയുടെ ഡൊർണിയർ ഹെലികോപ്റ്ററും രക്ഷാപ്രവർത്തനങ്ങൾക്കായി സ്ഥലത്തെത്തിയിരുന്നു. ഇന്നലെ കടലിൽ പതിച്ച കപ്പൽ 1997 നിർമ്മിച്ചതാണ്. 400 കണ്ടെയ്നറുകൾ വഹിക്കുന്ന 184 മീറ്റർ നീളമുള്ള കപ്പലാണിത്. 26 ഡിഗ്രി വലത്തോട്ടാണ് കപ്പൽ മുങ്ങിയിരുന്നത്. രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകിയത് നാവികസേനയുടെ INS സുജാത, തീരരക്ഷാസേനയുടെ ICGS അർണവേഷ്, ICGS സാക്ഷം എന്നിവയും നാവികസേനയുടെ ഡൊണിയർ എയർക്രാഫ്റ്റുമാണ്. ബുധനാഴ്ചയാണ് ഈ കണ്ടെയ്നർ കപ്പൽ തൂത്തുക്കുടിയിൽ നിന്ന് വിഴിഞ്ഞത്തെത്തിയത്. വെള്ളിയാഴ്ച രാത്രി 7:30 കൊച്ചിയിലേക്കും തിരിച്ചു. ഇന്നലെ കടലിൽ വീണ കണ്ടെയ്നറുകൾ കൊല്ലം, ആലപ്പുഴ തീരത്ത് എത്താനാണ് കൂടുതൽ സാധ്യതയെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്. ആലപ്പുഴയിലെ ആലപ്പാട്, പുറക്കാട്, ചാപ്പക്കടവ് മേഖലയിലും കൊല്ലം ജില്ലയിലെ വെളനാതുരുത്ത്, കോവിൽത്തോട്ടം, മരുതടി എന്നിവയിലും എത്തിയേക്കാമെന്നും ഹൈദരാബാദ് ആസ്ഥാനമായ ഇൻകോയിസ്, അതായത് ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. തിരുവനന്തപുരം തീരത്ത് എത്താൻ വിദൂര സാധ്യതയുണ്ട്. അതേസമയം കണ്ടെയ്നറുകളിൽ നിന്ന് ലീക്കായ ഓയിൽ ഏത് ഭാഗത്തേക്കാണ് നീങ്ങുന്നതെന്ന് വ്യക്തമായിട്ടില്ല. തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരങ്ങളിൽ ഓയിൽ എത്താൻ സാധ്യതയുണ്ടെന്നും നിഗമനങ്ങൾ പുറത്തുവരുന്നുണ്ട്.